ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ച് ബദാം ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നല്ല കിടിലൻ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. ഉണ്ടാക്കാൻ നല്ല എളുപ്പമുള്ളൊരു ഡ്രിങ്കാണ്. മാത്രമല്ല നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 5-6 ദിവസം വരെയൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അതുകൊണ്ട് നമുക്ക് കുറച്ചധികമൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു 5-6 ദിവസത്തേക്ക് നമുക്ക് വേറെ ഒരു ഡ്രിങ്ക്സിൻ്റെ ആവശ്യമില്ല. ഇത് മാത്രം മതിയാവും. ബദാമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ക്ഷീണമൊക്കെ മാറും. അതേപോലെ വിശപ്പും ദാഹവും ഒക്കെ മാറിക്കിട്ടും. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പിന്നെ ഇത് നമുക്ക് ചൂടോടുകൂടി വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് ഐസ്ക്രീമൊക്കെ ചേർത്തിട്ട് വേണമെങ്കിലും കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 250 ml അളവിലുള്ള 3 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ പാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വലിയ പാത്രം തന്നെ എടുക്കുക. എന്നിട്ട് ഈ പാലിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പാൽ വേറെ എടുക്കുക. എന്നിട്ട് ഈ 1/2 കപ്പ് പാലിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റർഡ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരല്പം വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റർഡ് പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ. അതുകൊണ്ട് ഞാൻ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ കസ്റ്റർഡ് പൗഡർ ഈ പാലിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ എടുത്തു വെച്ച പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കസ്റ്റർഡ് പൗഡർ പാലിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് ചേർക്കാം. നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നീട് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ പാല് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബദാമും കസ്കസും കുറച്ച് മെലോൺ സീഡ്സുമാണ്. ഇതിൽ ബദാം നമുക്ക് നിർബന്ധമായിട്ടും വേണം. മെലോൺ സീഡ്സും കസ്കസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ബദാം നിർബന്ധമായിട്ടും വേണം. അപ്പോൾ 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ബദാമാണ്. അതേപോലെ കസ്കസും മെലോൺ സീഡ്സും ഇത് രണ്ടും ഒരു 4 മണിക്കൂർ വരെ ഞാൻ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് മൂന്നും ഒരു 4 മണിക്കൂർ വരെ ഇതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മെലോൺ സീഡ്സ് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. കസ്കസ് കിട്ടുവാണെങ്കിൽ ചേർക്കാം, നല്ല ടേസ്റ്റാണ്. പക്ഷേ മെലോൺ സീഡ്സ് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് തൊലി കളഞ്ഞ ബദാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മെലോൺ സീഡ്സ്, 1.5 ടേബിൾ സ്പൂൺ കസ്കസ്, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ ബദാം മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം വെച്ചിട്ട് ഇതേപോലെ അരച്ചെടുത്താൽ മതി. കസ്കസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാല് ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പാല് അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മളിതിൽ കസ്റ്റർഡ് പൗഡറൊക്കെ ചേർത്തതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പാല് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ അരച്ച് വെച്ച പേസ്റ്റ് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ പേസ്റ്റും ചേർത്തിട്ട് ഇത് നന്നായിട്ട് പാലിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ 1/2 കപ്പായിരുന്നു ചേർത്തിരുന്നത്. അപ്പം മധുരം കുറവായിരുന്നു. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്നത് വരെ ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏലക്കായുടെ ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ് പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാല് തിളച്ച് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒറ്റൊരു പ്രാവശ്യം തിളച്ചൊന്ന് പൊങ്ങി വന്നാൽ മതി. അത്രയും സമയം കൊണ്ട് തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന കസ്റ്റർഡ് പൗഡറും ബദാമൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഒറ്റൊരു പ്രാവശ്യം തിളച്ച് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നാൽ മാത്രം മതി. ആ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അല്പം ഒന്ന് തിക്കായി മാറിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഈ ഡ്രിങ്ക് പൊതുവേ ഇരിക്കേണ്ടത്. ഒരല്പം തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മൾ പാലൂതൊക്കെ ഉണ്ടാക്കുന്നില്ലേ, കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന പാലൂത,
അതിൻ്റെയൊക്കെ ഒരു പാകത്തിലാണ് ഈ ഡ്രിങ്ക് ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അതേപോലെ കഴിക്കാനും ഇത് നല്ല രുചിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തണുക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കുന്നത്, തണുപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് നല്ല ചൂടോട് കൂടിയിട്ട് പാലും ഇതൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ തണുത്ത പാലിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ വരെ ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കാം. കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഗ്രീൻ കളറിന് പകരം ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. കളർ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തതും പിസ്ത കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നിങ്ങൾക്കിതിൽ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്തിട്ട് ഇത് കഴിക്കാവുന്നതാണ്. ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട്, അതായത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. ഒന്നുകൂടി നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നല്ല ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതേപോലെ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാനും ഇത് നല്ല രുചിയാണ്. ഞാനപ്പോൾ ഇതിൽ ഒരെണ്ണത്തിൽ ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് തണുപ്പിച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ്. മറ്റേതൊരു ഷേക്കിനേക്കാളും മിൽക്ക് ഷേക്കിനേക്കാളും നല്ല രുചിയാണ് ഇതിന്. അപ്പോൾ നമുക്ക് നോമ്പിന് ഇപ്രാവശ്യം ഫ്രൂട്ട്സൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക്